ആന്ധ്രാപ്രദേശിലെ ഭോഗപുരത്ത് നടന്ന അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവള ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വളരെ വിശിഷ്ടമായ ഒരു സമ്മാനം ലഭിച്ചു. പരമ്പരാഗത ബൊബ്ബിലി ഏകന്ത വീണ. ഇത് നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ ദേശീയ ശ്രദ്ധാകേന്ദ്രമാക്കി എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവാണ് ഈ അപൂർവ സംഗീതോപകരണം അദ്ദേഹത്തിന് സമ്മാനിച്ചത്. പ്രധാനമന്ത്രി പിന്നീട് എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അതിങ്ങനെയാണ്: ഭോഗപുരത്ത് അത്യന്തം വൈദഗ്ധ്യത്തോടെ ഒറ്റത്തടിയിൽ കൈകൊണ്ട് നിർമ്മിച്ച ബൊബ്ബിലി വീണ സ്വീകരിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണ്. ഇന്ത്യൻ സംഗീത പാരമ്പര്യത്തിൽ വീണയ്ക്ക് അതുല്യമായ സ്ഥാനമുണ്ട്. ആന്ധ്രാപ്രദേശിലെ കരകൗശല വിദഗ്ധരുടെ അസാധാരണ മികവിന്റെ പ്രതീകമാണ് ഈ വീണ. സംസ്ഥാനത്തിന്റെ സംസ്കാരം സംരക്ഷിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും എന്റെ അഭിനന്ദനങ്ങൾ. ഭോഗപുരം വിമാനത്താവള ഉദ്ഘാടന വേദിയിൽ പ്രധാനമന്ത്രിയെ പൊന്നൂർ ഖാദി ഷോൾ അണിയിച്ച് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആദരിച്ചു. ഉത്തരാന്ധ്രയുടെ സാംസ്കാരിക സ്വത്വത്തിന്റെ പ്രതീകമായ ബൊബ്ബിലി വീണ സമ്മാനമായി നൽകുകയും ചെയ്തു. 3 നൂറ്റാണ്ടിന്റെ സംഗീത പാരമ്പര്യം ഇതിന് അവകാശപ്പെടാനുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ പൈതൃക കലകളുടെ പ്രതീകമായിട്ടാണ് ബൊബ്ബിലി വീണ അറിയപ്പെടുന്നത്. 3 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പാരമ്പര്യം പേറുന്ന ഈ സംഗീത ഉപകരണം അതിന്റെ ശ്രുതിമധുരമായ നാദത്തിനും വ്യത്യസ്തമായ സ്വരമാധുര്യത്തിനും ലോക പ്രശസ്തമാണ്. ബൊബ്ബിലി കൊട്ടായിൽ ഈ വീണ വായിക്കുമ്പോൾ അതിന്റെ ഇടങ്ങൾ ദൂരം വ്യാപിക്കും എന്നാണ് കലാകാരന്മാർ വിശ്വസിക്കുന്നത്. രാജ്യത്തും വിദേശത്തും ഒക്കെ ഒരുപോലെ ഈ വീണയ്ക്ക് ആരാധകരുണ്ട്. സംഗീത ലോകത്ത് സ്വന്തം വ്യക്തിത്വമുള്ള അപൂർവ കലാസൃഷ്ടി. വിശ്വകർമ്മ കുടുംബങ്ങളുടെ തലമുറകളായുള്ള കരകൗശല പാരമ്പര്യമാണ് ഇതിന് അവകാശപ്പെടാനുള്ള മറ്റൊന്ന്. വിജയനഗരം ജില്ലയിലെ ബൊബ്ബിലിക്ക് അടുത്തുള്ള ബദങ്കി മണ്ഡലത്തിലെ ഗൊല്ലപ്പള്ളി വടട ഗ്രാമങ്ങളിലാണ് ബൊബ്ബിലി വീണകൾ നിർമ്മിക്കുന്നത്. തലമുറകളായി ഈ 2 ഗ്രാമങ്ങളിലെ വിശ്വകർമ്മ കുടുംബങ്ങളാണ് ഈ അപൂർവ കരകൗശല പാരമ്പര്യം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന്റെ നിർമ്മാണം മുതൽ അലങ്കാര രൂപകൽപ്പന, സംഗീത ഗുണനിലവാരം ഇതൊക്കെ വളരെ അത്യന്തം സൂക്ഷ്മമായ കരവിരുതോടെയാണ് പൂർത്തിയാക്കുന്നത് അത്രേ. ഈ വീണയെക്കുറിച്ച് പറയാം. സാധാരണ വീണകൾ വിവിധ മരക്കഷ്ണങ്ങൾ ചേർത്താണ് നിർമ്മിക്കുന്നത് എങ്കിൽ ബൊബ്ബിലി വീണയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പ്ലാവിന്റെ ഒറ്റ തടിയിൽ നിന്നാണ് മുഴുവൻ വീണയും കൊത്തിയെടുക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഏകന്ത വീണ എന്ന് വിളിക്കുന്നു. ഒറ്റത്തടിയിൽ നിർമ്മിക്കുന്നതിനാൽ ഈ വീണയിൽ നിന്ന് പുറപ്പെടുന്ന സംഗീതം കൂടുതൽ വ്യക്തവും മൃദുവും മധുരവും ശ്രവണസുഖം നൽകുന്നതുമാണ് എന്ന് സംഗീത വിദഗ്ധർ പറയുന്നു. ബൊബ്ബിലി വീണകൾ സംഗീതോപകരണം മാത്രമല്ല കേട്ടോ, അതുല്യമായ ശില്പകലയുടെ ഉദാഹരണവുമാണ്. സിംഹമുഖങ്ങൾ, താമരപ്പൂക്കളുടെ രൂപങ്ങൾ, ആനക്കൊമ്പുകളുടെ അലങ്കാരങ്ങൾ ഇതുൾപ്പെടെ നിരവധി സൂക്ഷ്മ കൊത്തുപണികളാൽ ഇവ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. G20 വേദിയിൽ വരെ ഇതിന് പ്രസക്തി ഉണ്ടായിരുന്നു. 2012 ബൊബ്ബിലി വീണയ്ക്ക് ഭൂമിശാസ്ത്രപരമായ സൂചിക അംഗീകാരം ലഭിച്ചു. അതിന്റെ രൂപങ്ങൾ ഉൾപ്പെടുത്തിയ തപാൽ സ്റ്റാമ്പുകളും നാണയങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ബൊബ്ബിലി വീണ കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഈ വീണയെ പ്രശംസിച്ചതും ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ്. കൂടാതെ ദില്ലിയിൽ നടന്ന G20 ഉച്ചകോടിയിലും വിശാഖപട്ടണത്ത് നടന്ന ആഗോള നിക്ഷേപ ഉച്ചകോടിയിലും ബൊബ്ബിലി വീണ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.